ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിൽ പ്രതികരിച്ച് നടി ഹണി റോസ്. മനസ്സിന് വളരെ സമാധാനം നൽകുന്നതാണ് പോലീസ് നടപടിയെന്ന് ഹണി പ്രതികരിച്ചു. കുറച്ചു കാലങ്ങളായി കടുത്ത ടോർച്ചറിംഗ് അനുഭവിച്ചു വരികയായിരുന്നു. മോശം പരാമർശം നടത്തിയതിനു ശേഷം അരുതെന്ന് പറഞ്ഞിട്ടും തുടർച്ചയായി അധിക്ഷേപിക്കുകയാണ് അയാൾ ചെയ്തത്. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന അവസ്ഥയായിരുന്നുവെന്നും ഹണി റോസ് പറഞ്ഞു. പിന്നാലെ നടന്ന് ആക്രമിച്ചതോടെയാണ് നിയമപോരാട്ടം നടത്തിയത്. കുടുംബവും ഇതിൽ തനിക്കൊപ്പം നിന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. തനിക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞു. താനും തന്റെ പോലീസ് വകുപ്പും നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വാക്ക് നൽകിയിരുന്നുവെന്നും ഹണി പറഞ്ഞു. ഇതുവരെ തന്നെ അപമാനിച്ചതിൽ പ്രതികരിക്കാതിരുന്നതുകൊണ്ടുള്ള ധൈര്യത്തിലാകാം അയാൾ വീണ്ടും മോശമായി പ്രതികരിച്ചത്. ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ താൻ അത് ആസ്വദിക്കുന്നു എന്ന് കരുതുന്ന അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കുറച്ചു നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നതെന്നും ഹണി പറഞ്ഞു. താൻ ബോബിക്കെതിരെ നിയമ പോരാട്ടം നടത്തിയപ്പോൾ സിനിമക്കാർ അടക്കമുള്ളവർ പിന്തുണച്ചിരുന്നു. ആർക്കുമെതിരെ എന്തു പറയാം എന്ന അവസ്ഥ മാറണമെന്നതുകൊണ്ടാണ് നിയമ പോരാട്ടം നടത്തിയതെന്നും ഹണി വ്യക്തമാക്കി. തന്നെപ്പോലെ സിനിമാ രംഗത്തുള്ള പലരെയും അവഹേളിക്കുന്നുണ്ട്. ഞാൻ അടക്കം കുറേ കാലം നിശബ്ദമായി നിന്നു. ഒടുവിലാണ് പരാതി നൽകിയത്. ഒരു അധിക്ഷേപം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ഹണി പറഞ്ഞു. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനായിരുന്നു നീക്കം. മുൻകൂർ ജാമ്യ ഹർജി നൽകാനും നീക്കമുണ്ടായിരുന്നു. ഇതെല്ലാം പൊളിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ഇയാൾ മാറിയെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ. അതേസമയം ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.